പ്രിയപ്പെട്ട അധ്യക്ഷൻ നൗഷാദ്, ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എൻ്റെ ലീഡർ പാണക്കാട് നിങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നത് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ എംപിയുടെ പ്രസംഗത്തിന് വേണ്ടി ആണ് എന്ന് നന്നായിട്ടറിയാം. ബഹുമാന തങ്ങളും ഷാഫി പറമ്പിൽ ഒന്നിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയുമായി ഒരു 4-5 ദിവസം മക്കയും മദീനയിലേക്കുള്ള ഉംറ നിർവഹിക്കാൻ വന്നപ്പോൾ രണ്ടുപേരും ഒന്ന് തങ്ങളെ കൂടെ ഒരു 5 വർഷം മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗിലേക്ക് വന്നപ്പോൾ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ കൂടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ആ ലീഡർഷിപ്പിന്റെ മനോഹാരിത അനുഭവിച്ച ഒരാളാണ് ഞാൻ. കേരളത്തിന്റെ സമര പോരാട്ടത്തിൽ ഡോക്ടർ എം കെ മുനീർ സാഹിബിന്റെ ഒരു സമരയാത്രയാണ് കേരളം ഇന്നും ഓർക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു യാത്ര. അതിനുശേഷം ഫാസിസത്തിനെതിരെ തങ്ങൾ നടത്തിയ ഒരു യാത്രയിൽ മഞ്ചേശ്വരത്തും തിരുവനന്തപുരത്തേക്ക് 1 മാസക്കാലം തങ്ങളുടെ കൂടെ നടന്നുപോയപ്പോൾ എന്താണ് പാണക്കാട് മുനവ്വർ ശിഹാബ് അത്ഭുതത്തോടു കൂടി ആസ്വദിച്ചു നിന്ന ഒരാളാണ് ഞാൻ. തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒന്ന് വണക്കത്ത് കരകതമാക്കാൻ വേണ്ടി മുജിക്ക വിളിച്ചപ്പോൾ എന്തായാലും വരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നവരാണ്. ഷാഫി പറമ്പിൽ മഞ്ചേശ്വരത്ത് ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയപ്പോൾ 2ാം പിണറായിയുടെ ഗവൺമെന്റ് വന്ന സമയമായിരുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ടീമിൽ ഞാനും നജീബ് അടക്കമുള്ള ഞങ്ങളുടെ പുതിയ അംഗന്മാർ ഷാഫിയുടെ പ്രസംഗത്തിന്റെ ലിസ്റ്റ് വരുമ്പോൾ ഷാഫി പറമ്പിലിന്റെ പ്രസംഗമുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പുതിയ അംഗന്മാര് ആ സമയം സഭയിൽ നിന്ന് പുറത്തു പോകാതെ ഇരിക്കുകയാണ്. സത്യത്തിലും ഷാഫിയെ വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങളുടെ പ്രതിപക്ഷ നിരയിൽ രാഹുൽ വന്നെങ്കിലും ഷാഫിയുടെ അസാന്നിധ്യം ഇപ്പോഴും ഞങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ UDF ഞാനൊക്കെ ഒരു 10-20 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ ഒരു UDF പ്രവാസ ലോകത്ത് ആദ്യത്തെ ഒരു പ്രോഗ്രാമിലാണ് പങ്കെടുക്കുന്നത്. ജിദ്ദയിലെ KMCC-യും ICC-യും ഒരു പുതിയ മെസ്സേജാണ്. നാട്ടിൽ ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷനൊക്കെ തയ്യാറെടുപ്പോടുകൂടി ഇങ്ങനെ അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഊർജം പകരുന്ന ഒരു മെസ്സേജാണ് ലോകത്തിലെ ഏറ്റവും പവിത്രമായ മക്കയിലെ ഈ ഒരു മണ്ണിൽ നിന്ന് KMCC ഇന്ന് നൽകുന്നു എന്നുള്ള ഒരു സന്തോഷം മനസ്സിലുണ്ട്. മഞ്ചേശ്വരം നിങ്ങൾക്കൊക്കെ അറിയാം, കേരളത്തിൻ്റെ നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവരവർ അധ്വാനിച്ച റിസൾട്ടിനെക്കാളും ആകാംക്ഷയോടുകൂടി വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മഞ്ചേശ്വരത്ത് എന്തായി എന്നുള്ള ഒരു ചോദ്യം. ഞാനിവിടെ UDF ഒരു യോഗമായതുകൊണ്ട് മഞ്ചേശ്വരം എന്ന് പറയുന്ന ഒരുപാട് ഭാഷകളുടെ മണ്ണാണ്. ഞാനും ഒരു മലയാളിയല്ല, ഞാനൊരു പ്യൂർ കന്നഡക്കാരനാണ്. മഞ്ചേശ്വരത്തെ ഞങ്ങളുടെയൊക്കെ മദർ ടങ് എന്ന് പറയുന്നത് ബാരി ഭാഷയാണ്. എൻ്റെ മദർ ടങ്ങിലൊക്കെ ഞാനിവിടെ പ്രസംഗിച്ചാൽ ഒരാൾക്കും എൻ്റെ നാട്ടുകാർ കുറച്ചാളുകളുണ്ട് ഉസ്മാൻ ചേർന്ന് നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. ആ മഞ്ചേശ്വരത്ത് പോലും കേരളത്തിൻ്റെ ഏറ്റവും മതേതരത്വത്തിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തൊരു ഓർമ്മയുണ്ട്. മഞ്ചേശ്വരത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണി കഴിയും അവസാനമായി വോട്ടെണ്ണുന്നത് എൻമകജ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ്. എൻമകജ അംബികാസുരൻ മാങ്ങാട് എൻഡോസൽഫാനെ കുറിച്ചുള്ള മനോഹരമായ ഒരു പുസ്തകത്തിൻ്റെ നോവലിൻ്റെ പേരാണ്. ആ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ ചാനലുകാരൊക്കെ പറയും വളരെ ടൈറ്റാണ് മഞ്ചേശ്വരത്ത് BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള മേഖലയിലേക്കാണ്. എൻമകജ പഞ്ചായത്തിൽ 21,000 ഹിന്ദു സഹോദരന്മാരും 6,000 മുസ്ലിങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. പലപ്പോഴും നിങ്ങളൊക്കെ ഇങ്ങനെ വല്ലാത്ത ആകാംക്ഷയോടുകൂടി പ്രാർത്ഥനാപൂർവ്വം കാത്തു നിൽക്കുമ്പോൾ കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന ഒരു 2-3 ബൂത്തുകളുണ്ട്. സ്വർഗ, മണിയമ്പാറ എന്നൊക്കെ പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബൂത്തുകൾ. ആ ബൂത്തുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് വോട്ടർ ലിസ്റ്റ് ഒരു മുസ്ലിം പേര് പോലും ഇല്ലാത്ത 2-3 ബൂത്തുകൾ. അവർക്ക് മലയാളം അറിയില്ല. അവരുടെ എല്ലാ ഇടപെടലുകളും കർണാടകയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.
ആ ബൂത്തുകൾ എണ്ണുന്ന സമയത്താണ് ഒരു മുസ്ലിം പേര് പോലും വോട്ട് ലിസ്റ്റ് ഇല്ലാത്ത ഈ ബൂത്തുകളിലാണ് പാണക്കാട് തങ്ങൾ പ്രഖ്യാപിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി നമ്മുടെ UDF-ന്റെ കേരളത്തിന്റെ ഏറ്റവും മധുരമായ ഒരു മെസ്സേജ്. എൻ്റെ മണ്ഡലം ഞാൻ എപ്പോഴും ഫാസിസത്തോട് പടപെടുത്തുമ്പോൾ ആ മതേതരത്വത്തിന്റെ ഇന്ത്യയുടെ ആത്മാവ് ഉൾക്കൊള്ളുന്ന മണ്ഡലം എന്ന അഭിമാനത്തോടുകൂടി പറയാറില്ല, ദീർഘിപ്പിക്കുന്നില്ല. ഷാഫിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ ഒരു സന്തോഷകരമായ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവിധ വിജയാശംസകളുടെ വാക്കുകൾക്ക് വിരാമം. അസ്സലാമു അലൈക്കും.